സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ, പക്ഷെ അത് ഒരിക്കലും മറക്കത്തില്ല നമ്മൾ. ഇപ്പം നമ്മളുടെ മാടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം മെമ്പറാണ്. അതെ. എത്ര വർഷമായി മെമ്പറായിട്ട്? എങ്ങനെയൊക്കെയാണ്? മാ ആദ്യം മാക്കായിരുന്നു, അന്നുള്ള മെമ്പറാ. അന്നൊട്ടുള്ള കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ അന്ന് മുതലുള്ള മെമ്പർ, തുടങ്ങിയ കാലം മുതലേ ഉള്ളൊരു തുടക്ക കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു വലിയ വ്യത്യാസം എന്താ ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്? അന്ന് കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. ഇപ്പൊ നമുക്ക് അറിയുന്ന എറണാകുളത്തുള്ള കുറെ ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അതിന്റെ സന്തോഷം വെച്ചാൽ ഓരോ വർഷം തോറും ആർട്ടിസ്റ്റുകളുടെ എണ്ണം കൂടുന്നു. ഉള്ളിൽ സങ്കടമാണ്, നമ്മുടെ പണി പോവുമല്ലോ. പക്ഷേ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വിടാം, ഒറ്റ സെക്കൻഡ്, ഇപ്പൊ തീർന്നു കുറേ തന്നെ തല്ലുമല്ലെങ്കിൽ എത്രയൊക്കെ ആർട്ടിസ്റ്റുകൾ വന്നാലും നിൽക്കുന്ന ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളോട് വരാൻ പറ്റട്ടെ. താങ്ക് യു ചേച്ചി, താങ്ക് യു. തിരക്കില്ലാന്ന് എനിക്കറിയാം. നേരത്തെ ഹലോ, സുഖമായിട്ടിരിക്കണോ? ഞാൻ ചേട്ടാന്ന് വിളിച്ചപ്പോ ചിരിച്ചെന്തോ? ഹലോ, ഹായ് ചേട്ടാ. ഹായ്, നമസ്കാരം. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തായാലും രണ്ടുപേരും വന്ന സ്ഥിതിക്ക് രണ്ടുപേരുടെ വിശേഷങ്ങൾ താല്പര്യമില്ല, എന്നെക്കാളും കുറച്ച് അല്ലേ? സുഖമായിട്ടിരിക്കണോ രണ്ടാളും? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. എന്റെ പുതിയൊരു പടം റിലീസായി കഴിഞ്ഞ ദിവസം. നമ്മുടെ തന്നെ മെമ്പർ ബിബിൻ ജോർജ് നായകനായിട്ടുള്ള അടിപൊളി, ഞാൻ കണ്ടിരുന്നു. അടിപൊളി. അതാണ് കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല, അല്ലല്ല അത് കാണാൻ പറ്റിയില്ല. എന്തായാലും എല്ലാ പ്രേക്ഷകരും കാണാം അല്ലേ? എല്ലാവരും കാണട്ടെ, എല്ലാവരും കാണും. പിന്നെ കുറച്ച് പടങ്ങൾ വരാനുണ്ട്. ഒരു പരിപാടി വർക്ക് നടക്കുന്നുണ്ട്, സംഭവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ട്. അപ്പം മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആനുവൽ ജനറൽ ബോഡിയാണ്. അപ്പം അവിടെ നിന്ന് കുട്ടികളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. സൂരജും എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും വിശേഷങ്ങളിലേക്ക് പോകുമ്പോ എന്റെ കൂടെ കയറുന്നതാ. ഒരു 2 മിനിറ്റ് പ്ലീസ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്താണ് നമ്മുടെ അസോസിയേഷനിലേക്ക് വന്നതിന് ശേഷം? അസോസിയേഷൻ്റെ പ്രോഗ്രാമാണ് മറ്റേ സിനിമയുടെ മണിച്ചേട്ടൻ്റെ ഒപ്പമുള്ള സ്കിറ്റ്. അപ്പം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏത് നിമിഷത്തിലാണെങ്കിലും കുട്ടിയകലിന് സൂരജിനോടുള്ള ആ ഒരു സ്നേഹം, സൂരജിന് ചേട്ടനോടുള്ള ഒരു സ്നേഹം, ഇതൊക്കെ എവിടെ കാണാൻ സാധിക്കും? ഇവര് എനിക്ക് പുതിയ പടത്തിൽ ഞാൻ ചോദിച്ചു, ദേ ചേട്ടൻ്റെ വിശേഷങ്ങൾ പോവല്ലേ, ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കോട് ഞാൻ സെൻറ്ററിൽ നിൽക്കുക, അതാകുമ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് തരാൻ എളുപ്പമാണ്. അപ്പം രണ്ടുപേരും എത്ര വർഷമായി ചേട്ടൻ ഇത് നമ്മുടെ അസോസിയേഷനിലേക്ക് വന്നിട്ട്? അസോസിയേഷൻ തുടങ്ങിയ സമയത്ത് 6 വർഷത്തിന് മുകളിൽ. അസോസിയേഷൻ തുടങ്ങി ഏകദേശം ഒരു 20 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേർണിയിൽ ആക്റ്റീവ് ആയതിനു ശേഷം അല്ലെ, ആക്റ്റീവ് ആയത് ഏകദേശം ഒരു 6-7 വർഷമായിട്ടുണ്ട്. അന്ന് തൊട്ടേ ഉണ്ട്. 2019 ഫ്ലഡിന് ശേഷം എനിക്ക് എൻ്റെ അമ്മ മരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ ടൈമിൽ അതുവരെ ഞാൻ മെമ്പർ ആയിരുന്നില്ല. ഞാൻ മെമ്പർ കയ്യിൽ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ സപ്പോർട്ട് എനിക്ക് അസോസിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഞാൻ ശരിക്കും മെമ്പർ ആവുന്നത്. പിന്നീട് ആക്റ്റീവ് മെമ്പർ ആയിട്ടുണ്ട്. സൂരജിന്റെ ലൈഫിൽ എന്താണ് ഈ മാ കൊണ്ടുവന്ന മാറ്റം? എന്താണ്? അതെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മറന്നു പോയോ, മണിച്ചേട്ടന്റെ കൂടെയുള്ള സ്കിറ്റ്. അത് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും സ്പ്ലിറ്റ് ആയി. മണിച്ചേട്ടന്റെ ആ സ്കിറ്റ് കാരണമാണ് എനിക്ക് സിനിമയിലേക്ക് അവസരം കിട്ടിയത്. അതിന്റെ അതെ, പക്ഷെ എല്ലാവർക്കും സിനിമയിൽ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാനായിട്ട് മാ എന്ന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം അല്ലെ? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഇവരൊക്കെ ഭയങ്കര വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ഇൻട്രാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും സന്തോഷമാണ് ഇവരൊക്കെ കാണുമ്പം. കാരണം വീണ്ടും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇവർ നമ്മളോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി പരസ്പരമുള്ള സംസാരങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഇവിടെ 2 പേര് നിന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ചേച്ചി നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? സുഖമായിരിക്കുന്നു. അപ്പൊ ഒരു വലിയൊരു ആഘോഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഉത്സവമാണ് കുടുംബത്തിന്റെ ആഘോഷല്ലേ, ആഘോഷമാവണം. ഏതാ പുതിയ സിനിമ? ഇപ്പോ ചെന്ന ഹെക്ട നാഷണൽ അവാർഡെല്ലാം കിട്ടിയ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ പൂർത്തിയായി. പ്രധാന വേഷമാണ്. ആദ്യ അവസാനം ഉണ്ട്. 2-3 നാൾ അതിലൊരാളാണ്. അതിപ്പോ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്.
പിന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലായിട്ട് പോകുന്നു. ചേച്ചിയുടെ വിശേഷങ്ങൾ എന്റേത് ശുക്രനാണ് പുതിയ സിനിമ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിധിയും ഭൂതവും പറഞ്ഞൊരു സിനിമ ചെയ്തു. പിന്നെ എനിക്ക് ജാൻഡി ഒരു 2 സിനിമ റിലീസ് ആവാനുണ്ട്. അതൊക്കെയാണ് വിശേഷങ്ങൾ. ആ ഫേമസ് ആയ ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാം. ഫോട്ടോ ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഇല്ല മതിയല്ലോ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഭയങ്കര രസമാണ് അവരുടെ ഡയലോഗ് അല്ലേ. എന്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങള് പഞ്ചായത്ത് കേട്ടില്ലേ? ആണോ? ഞങ്ങള് ഭാര്യയും ഭർത്താവും. ഭർത്താവും ഭാര്യയും. ഭാര്യ അങ്ങനെ ആരൊന്നും അല്ല കേട്ടാ ആ ക്യാരക്ടർ. ഭയങ്കര ആർട്ടിസ്റ്റാണ്. ഭയങ്കര ടാലന്റ്. ഭയങ്കര സന്തോഷം. അതിന്റെ എനർജിയാണ്. ഇവരൊക്കെയല്ലേ നമ്മുടെ ഭയങ്കര സപ്പോർട്ട്. ഞങ്ങൾ പിന്നെ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ചെയ്തില്ല. ഇപ്പഴും ഞങ്ങൾ അതിന്റെ കഥ പറയാറ്. ആണോ? ഇനി അതിനൊരു ഭാഗം ഉണ്ടാവോ? ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവോ? അല്ല അത് ഇപ്പൊ കഴിഞ്ഞു. പക്ഷെ അതില് നമ്മൾ ടേക്കില് ഞങ്ങൾ കുറെ സാധനങ്ങൾ ഇടും. അത് കണ്ടിട്ട് അവിടെ ഇവിടെ മാറി നിന്ന് എല്ലാരും ചിരിയാണ്. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതില്. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെയും സീരിയലുകളുടെയും ഒക്കെ അല്ലെ. പിന്നെ രണ്ടുപേരോടും ഒരു കോമൺ ചോദ്യം ചോദിക്കുകയാണ്. രണ്ടുപേരോടും കൂടെയാണ് ചോദിക്കുന്നത്. ഒന്നുമല്ല, കാരണം നമ്മളുടെ ഈ മിമിക്രി അസോസിയേഷനിൽ പുരുഷന്മാർ ഓഫ് കോഴ്സ് മിമിക്രി എന്തൊക്കെ നമുക്കറിയാലോ. ചേച്ചിയിലേക്ക് വരുമ്പം എന്താണ് ചേച്ചിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റം എന്താണ്? എനിക്ക് സ്കിറ്റാണ്. സ്കിറ്റാണ് മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പം ഇപ്പൊ സ്കിറ്റിലായതുകൊണ്ട് തന്നെ ചേച്ചി ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എത്ര ശ്രമിച്ചാലും ചേച്ചി പറയുന്ന പോലെ ആവാൻ പറ്റത്തില്ല. ചേട്ടനിലേക്ക് വരുമ്പം ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു അസോസിയേഷനിലേക്ക് വന്നത്? ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ അനുകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതൊന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാമോ? ഞാന് അങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു 5-6 കൊല്ലം നമ്മൾ കാസർഗോഡ് ഇറങ്ങാന്നല്ലോ. കാസർഗോഡ് മെലഡി ജോക്സറിന്റെ ട്രൂപ്പൊക്കെ ഉണ്ടായി 25 കൊല്ലം മുമ്പേ. അപ്പൊ ഇങ്ങനെ സ്കിറ്റും കുറച്ച് നടന്മാരെല്ലാം ഒരുമിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിലകന്റെ ശബ്ദം അന്ന് അത് ഇപ്പൊ എങ്ങനെയാണ് തിലക സാറിന്റെ നമുക്കൊന്ന് കേട്ട് നോക്കാം. കൊള്ളിപുറത്ത് നോക്കിയിട്ടാണല്ലോ പറഞ്ഞത്. ഞാൻ പോവാണ്. പക്ഷെ ഭയങ്കര സന്തോഷം. എന്തായാലും അടിപൊളിയായിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. നമ്മുടെ ഇന്നത്തെ ഒരു ഡേ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. അടിച്ചു പൊളിക്കുക. താങ്ക് യു ചേച്ചി. താങ്ക് യു. സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണോ? ചേച്ചീനെ ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. എല്ലാവരുടെയും വിശേഷങ്ങളിലും അല്ലെ എല്ലാവരെയും ഓടി കണ്ണെത്തണം. ഇപ്പൊ എത്തിയുള്ളൂ. എനിക്കറിയാം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എനിക്ക് നല്ല വിശേഷം. ടെലിവിഷൻ തുറക്കാം വയ്യ. ജീവിക്കണ്ടേ, അതുകൊണ്ടാ സിനിമ ചെയ്യാന്ന് വെച്ചപ്പോ നിർബന്ധിക്കണം. അല്ല, ഞാൻ നിർബന്ധിക്കണം അവരെ. ഞാൻ വെച്ചാൽ അവരെ നിർബന്ധിക്കണം. അപ്പൊ പിന്നെ നമുക്ക് പറ്റിയത് ചാനലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകണം. പക്ഷെ എല്ലാത്തിലും ഭയങ്കര രസം. ചെയ്യുന്ന കോമഡികളിൽ ഒരു ഐഡന്റിറ്റി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നില്ലേ, അതൊരു വലിയ കഴിവ് തന്നെയാണ്. അത് ചിലതൊക്കെ സംഭവിച്ചു പോകും, ചിലതൊക്കെ പാളിപ്പോവും. പക്ഷെ എന്നാലും നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്നതാണ്, സ്ക്രീനിൽ നിൽക്കുന്നതാണോ നല്ല. അത് ഭയങ്കര ഒരു കലാകാരിയായിട്ട് ഇതുവരെ നിൽക്കാൻ പറ്റിയത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെ. ചേച്ചി എത്ര നാളായി നമ്മളുടെ മായില മെമ്പറായിട്ട്? ഞാൻ ഫസ്റ്റിലെ ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ആദ്യമേ സിനിമ അതായത് സിദ്ദിഖ് സാറ് ഇങ്ങനെ ഒരു ഇത് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത് മനോരമയെ വെച്ചിട്ടാണ്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 12-13 വർഷമായി കാണും. ഇവർ തുടക്കത്തിലെ നമ്മൾ ഏകദേശം എനിക്ക് 20 വർഷത്തോളമായി നമ്മളുടെ മാട. അപ്പം അതിനോടൊപ്പം തന്നെ കൂടുതലും സജീവമായപ്പോഴാണ് ഞാനും ഉണ്ടായിരുന്നത്. ഞാനാണ് ആ സമയത്ത് സ്കിറ്റൊക്കെ ചെയ്ത് തുടങ്ങി വന്നപ്പോൾ അപ്പൊ ഞാനും അങ്ങ് ചേർന്ന് ഈ ഒരു ഇതിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ വന്നിട്ടുള്ള അതിന് മുന്നേ ആഫ്റ്റർ ആൻഡ് ബിഫോർ നോക്കുവാണെങ്കിൽ ഭയങ്കര മാറ്റല്ലേ? ഓ തീർച്ചയായിട്ടും. സാധാരണ ഒരു കുട്ടിയായിരുന്ന ഞാൻ ഇപ്പം ഒരു 4 പേരെ അറിയുന്ന ഒരു ഇതിലേക്ക് വളർന്നു. നമ്പർ കുറച്ച് കുറഞ്ഞു പോയി. അല്ല, കേരളത്തില് അറിയുന്ന വളർന്നു. പിന്നെ ഒരു വീടുണ്ടായി, വീട് വെച്ചു. അപ്പം സീമ ചേച്ചിയാണ് അതിന് എല്ലാ സഹായങ്ങളും ചെയ്തത്. അപ്പൊ ചേച്ചി തന്നെയാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഇപ്പോഴും ഇങ്ങനെ 14 കൊല്ലമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോ അല്ല, നമ്മുടെ ഒരു പരിമിതിയിൽ വെച്ചിട്ടാണെങ്കിലും ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ചേച്ചി. താങ്ക് യു വെരി മച്ച്. അപ്പം ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ. താങ്ക് യു ചേച്ചി. താങ്ക് യു വെരി മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.